അയ്യ പിടിണ്ടായാ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഡി ടോക്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നീ ഞാനും സീരിയലിൻ്റെ ഡബിങ് ആണ്. എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്ക് വലിയ പിടുത്തല്ല ഇപ്പോഴും, കാര്യം ബിക്കോസ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോണത്. പിന്നെ നമ്മൾ ഈ ചെല്ലുമ്പില്ല നമുക്ക് ഈ ഒരു ഡേയിൽ അറേഞ്ച്മെൻറ്റ്സ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ദിവസം രാവിലെ ഒരു 1 hour ആയിരിക്കും എനിക്ക്, അപ്പോൾ നമ്മൾ കുറച്ച് സീൻസ് ഡബ് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള 1 hour വേറൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും. അങ്ങനെ മാറി മാറിയാണ് ഒരു ഡേയിൽ വരിക. അപ്പോൾ നമുക്ക് കിട്ടണ ഈ 1 hour നമ്മൾ മാക്സിമം നമ്മുടെ സീൻസ് ഡബ് ചെയ്ത് തീർക്കും. അപ്പോൾ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഒരാളെ ഒരു മേ ബി ചിലപ്പോൾ പോലെ എഡിറ്റേഴ്സിനെ വിളിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് പൊതുവേ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നിന്ന് വന്നൊരു ക്വസ്റ്റ്യനാണ്, ഡബിങ് വീഡിയോസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന സീരിയൽസിൻ്റെ ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഇടും എന്നുള്ളത്. സോ അതിനും കൂടി വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. തുടങ്ങിയത് ഡബിങ് വീഡിയോസ് മാത്രം ഇടാൻ വേണ്ടിയിട്ടല്ല. ലൈക്ക് ഞാൻ ഭയങ്കര ഫുഡി ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കരമായിട്ട് ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇത് രണ്ടും എൻ്റെ എൻ്റെ ചാനലിൽ ഉണ്ടാവും. ബിക്കോസ് പക്ഷേ അതിലേറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് ട്രാവൽ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടില്ല. ബിക്കോസ് ഞങ്ങൾ ഈ സിറ്റി വിട്ട് പോയാൽ അപ്പോൾ കോള് വരും. അപ്പോൾ അത്രയും പ്രഷറുണ്ട് ഞങ്ങൾക്ക്. ലൈക്ക് ലീവ് ഇല്ല, പബ്ലിക് ഹോളിഡേയ്സ് ഇല്ല. അങ്ങനെയാണ് എല്ലാവരും ഇതിന് പിന്നിലുള്ള ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഏത് സമയം വിളിച്ചാലും നമ്മൾ ഓടി സ്റ്റുഡിയോ ചെല്ലാൻ അവൈലബിൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ലോങ് ടേം ഡീലാണ് ഓരോ സീരിയലിലും നമുക്കുള്ളത്. അത് ആക്ച്വലി എവിടെ എഴുതി വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല. ബട്ട് ദെൻ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് നമ്മുടെ ജോബിൻ്റെ ഒരു റെസ്പെക്റ്റീവ് വേ ആണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് അങ്ങനെ ഒരു നെഗറ്റീവ് ഇടയ്ക്കുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് എനിക്ക് ബിഗ് ബോസിൽ വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഡബ്ബിങ് കുറച്ച് നാളത്തേക്ക് ബ്രേക്ക് ചെയ്ത് പോകേണ്ടി വന്നു. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് എന്നെ വർക്കിന് വിളിക്കുമ്പോൾ ചിലർക്കൊക്കെ ഒരിതുണ്ട്, അയ്യോ കുട്ടീനെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. എനിക്കിതിനോട് പാഷൻ ഉള്ളതുകൊണ്ടാവാൻ ഞാൻ തിരിച്ചു വന്നിട്ടും ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു തന്നത്. സോ ഞങ്ങളെപ്പോലുള്ളവർക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ കൂടി പ്രചോദനമായിട്ടാണ് ഈ ചാനൽ. ബിക്കോസ് ഇതുള്ളത് കൊണ്ട് ലൈക്ക് എനിക്ക് വീഡിയോ എടുക്കണം, സോ ഐ ഹാവ് ടു ട്രാവൽ, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് ഉള്ളിൽ വരുമല്ലോ എന്നും കൂടി വെച്ചിട്ടാണ് ചാനൽ തുടങ്ങിയത്. സോ ജസ്റ്റ് ഡബ്ബിങ് വ്ലോഗ്സ് മാത്രമായിരിക്കില്ല ഞാൻ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങൾ, ട്രാവൽ ചെയ്യുന്ന രീതി, ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്ന ഫുഡ്, അഡ്വെഞ്ചർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ കീപ് സപ്പോർട്ടിങ് മീ. നമുക്ക് എന്തായാലും ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്ന സീരിയൽ ചെയ്യുന്ന സ്റ്റുഡിയോയിലേക്ക് പോകാം. പിന്നെ ഇതെല്ലാം ഏകദേശം ഒരേ ഏരിയയിലാണ് സ്റ്റുഡിയോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും വഴുതക്കാട് തന്നെയാണ് സ്റ്റുഡിയോ. കൂടെ ഇവിടെ ചെയ്തത് നമ്മൾ ജവഹർ നഗറാണ്, കവടിയാറ്. സോ അങ്ങനെ എല്ലാം ഏകദേശം ഒരേ ഏരിയയിലാണ് സ്റ്റുഡിയോസ് എല്ലാം, സിറ്റിക്കകത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഓക്കെ, ബൈ. ചോദിച്ചാ ഞാനെന്ത് പറയാനാ, എനിക്കൊന്നും അറിഞ്ഞൂടാ അച്ഛാ.
പിന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു വിശ്വാസം ഉള്ളിലുണ്ടാകും. അതാണ് ഫസ്റ്റ്. ഇഷ്ടം അടുപ്പമൊക്കെ അടുപ്പമൊക്കെ അടുപ്പവും ഒക്കെ ഇഷ്ടം അടുപ്പമൊക്കെ ഒന്ന് തന്നെ അച്ഛാ. ആണോ സർ? യു ലുക്ക് ഓസം. അടിപൊളിയായിട്ടുണ്ട് സർ. സാറിന്റെ മുഖത്ത് ഈ ചെടി കണ്ടപ്പോഴാ ഒന്നര സർ, സാറിന്റെ മുഖത്ത് ഈ ചെടി കണ്ടപ്പോഴാ എനിക്ക് സമാധാനമായത്. അയ്യ പിടിണ്ടായ പോയില്ലായിരുന്നാ? ഞാൻ എന്തോ എടുക്കാൻ പാടുന്നൊക്കെ പറഞ്ഞേ. അതെ, എടുക്കാൻ പോണെന്ന വീഡിയോയാ. നമുക്ക് പോയി കാണാം. എന്നെ സംബന്ധിച്ചിടത്തോളം ദേവയാനി ഒരു അത്ഭുത പ്രതിഭാസം. കാരണം ഞങ്ങളുടെ നായികയുടെ ഊർജം എന്ന് വെച്ചാൽ നായിക ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു 1000 മടങ്ങ് വികാരസാന്ദ്രമായി ഇത് പ്രതിഫലിപ്പിക്കാൻ ദേവയാനിക്ക് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും മഹത്തരമായ ഒരു കാര്യം. എന്തായാലും ഈ കൊച്ചുമിടിക്ക് എൻ്റെ പൊന്നനിയത്തിയെ എനിക്ക് വലിയ ഇഷ്ടമായി. ദേവയാനി എന്ന ആ ശബ്ദ മാധുര്യം ഇനിയും മലയാള സീരിയൽ സിനിമാ രംഗത്ത് തിളങ്ങട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെയിംസ്. ഇതേപോലെ